എന്തായാലും നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര രസം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവണില്ല, ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഇപ്പോൾ ചോദ്യപേപ്പറിൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പൊതു പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ള ഗൗരവമായ പിഴവിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ വേണ്ടി സർക്കാർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ഏൽപ്പിച്ചിരിക്കുകയാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ. ഈ ചോദ്യപേപ്പർ തയ്യാറാക്കിയതിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, പുറത്തു കൊടുക്കാൻ പറ്റാത്ത ഗൗരവമായിട്ടുള്ള പിഴവുകൾ വന്നിരിക്കുന്നു എന്നുള്ളത് സർക്കാർ സംബന്ധിച്ചിരിക്കുന്നു. ഉത്തരവിട്ടത് ആരാണെന്നറിയോ? നമ്മളെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി മാമൻ തന്നെ. ശിവൻകുട്ടി മാമൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. ശിവൻകുട്ടി മാമൻ ഈ കേരള നിയമസഭയ്ക്കകത്ത് കോഴമാണി എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തുമ്പോൾ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയപ്പം സമരാഭാസം എന്ന് വേണം പറയാൻ. അങ്ങനെ സമരം നടത്തി നിയമസഭയിൽ നമ്മളൊക്കെ ലജ്ജിക്കുന്ന രീതിയിൽ, കേരളത്തിൻ്റെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ കറുത്ത പാടായിട്ട് കാണാവുന്ന രീതിയിൽ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്നറിയപ്പെടുന്ന നിയമസഭയ്ക്കകത്ത് ഡെസ്കിൻ്റെ മേലെ കയറുക, മേശയുടെ മേലെ കയറുക, ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കുക. അങ്ങനെ ലാപ്ടോപ്പൊക്കെ തല്ലിപ്പൊളിക്കും, മുണ്ടും മടക്കി കുത്തിയിട്ട് ശിവൻകുട്ടി മാമനൊക്കെ ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കുന്നതിലുള്ള വൈദഗ്ധ്യം പരിഗണിച്ചിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. കാരണം വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണല്ലോ കമ്പ്യൂട്ടറൊക്കെ. അങ്ങനെ അദ്ദേഹത്തിന് ഉചിതമായ വകുപ്പ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. സത്യത്തിൽ ഈ എക്സൈസ് വകുപ്പും അങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റിയ മന്ത്രി CPM-നകത്ത് വേറൊരാളായിരുന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ചില്ല. ഇപ്പോൾ MP രാജേഷാണ് മന്ത്രി. പോട്ടെ, അതതിൻ്റെ വഴിക്ക് പോട്ടെ. എക്സൈസുമായിട്ട് നല്ല ബന്ധമുള്ള, ലിക്വിഡായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാൾ CPM-ൻ്റെ നേതൃത്വത്തിലുണ്ട്. അദ്ദേഹത്തെ പിടിച്ച് മന്ത്രിയാക്കിയില്ല. അപ്പം അങ്ങനെയാണ് ശിവൻകുട്ടി മാമൻ മന്ത്രിയാവുന്നത്. വേറൊരാളാരാ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. കാരണം കുറച്ചുകൂടി കൂടിയാനാണ്. ഒരു വട്ടം മലയാള മനോരമയുടെ അവരുടെ പ്രോഗ്രാമിനകത്താണ് തോന്നുന്നു സംസാരിച്ചത്. ഞാൻ എവിടെ പോയാലും ഹൗസ് ഈസ് ഇൻ മൈ ഹെഡ്. പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ എവിടെയെങ്കിലും ഔദ്യോഗിക യാത്രയ്ക്ക് പോകുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് വീടിനെ കുറിച്ചിട്ടുള്ള ചിന്തകളാണത്, വീട്ടമ്മ എന്നുള്ള രീതിയിലാണ്. പക്ഷെ പറഞ്ഞ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കും മൈ ഹൗസ് ഈസ് ഇൻ മൈ ഹെഡ്. അപ്പോൾ ഇതാണ് ഇവരുടെ പറയുന്നത്. സാധാരണ വിദ്യാഭ്യാസപരമായ അക്കാദമിക് ഒരു പശ്ചാത്തലം വല്ലാതെ ഉണ്ടാവണം എന്നുള്ള നിർബന്ധബുദ്ധിയൊന്നുമില്ല. 4ാം ക്ലാസ് വരെ പഠിച്ചവർ നമ്മുടെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട്, മന്ത്രിമാരായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അവരവരുടെ ഏറ്റവും കൃത്യമായിട്ട് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വളരെ കൃത്യമായിട്ട് ആ വകുപ്പ് കൊണ്ടു നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുപക്ഷത്ത് നിന്നും, UDF-ൻ്റെ ഭാഗത്തു നിന്നും LDF-ൻ്റെ ഭാഗത്തു നിന്നും. അത് തന്നെ CPM-ഉം മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അല്ലാത്തവരുണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. കോൺഗ്രസിൻ്റെ ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം ലീഗിൻ്റെ ഉണ്ടായിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് പറയുന്നത് ആരാ? R. ബിന്ദുവിൻ്റെ വിദ്യാഭ്യാസ പശ്ചാത്തലം എടുത്ത് ആലോചിക്കുമ്പോൾ അവർ കേരളവർമ്മ കോളേജിലെ പ്രൊഫസറായിരുന്നു, വൈസ് പ്രിൻസിപ്പളായിരുന്നു, ഇടക്കാലത്ത് പ്രിൻസിപ്പൽ ഇൻചാർജായിരുന്നു. അങ്ങനെ ഒരു പ്രൊഫസറായിരുന്ന ആളിൽ നിന്ന് അവരുടെ ഇംഗ്ലീഷ്, അതും എനിക്ക് തോന്നുന്നു അവർ ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു എന്ന് തോന്നണം. അങ്ങനെയുള്ള ഒരാളുടെ ഇംഗ്ലീഷ് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ വെറുതെ ഉള്ള പിള്ളേർ ഇവിടുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് UK-ക്കും കാനഡയ്ക്കും ഒക്കെ പോണേന്നേ, ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഇതാണ് സ്ഥിതി. പിന്നെ നമ്മൾ റഹീം LLB കഴിഞ്ഞ ആളാണ്. 10ാം ക്ലാസ്സും കുസ്തിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാന്നേ. ഇംഗ്ലീഷ് അറിയണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ലല്ലോ. അവിടെ നമ്മുടെ മാഷ് ഇന്ത്യൻ പാർലമെൻറ്റിൽ പോയപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ ചാലക്കുടി ലോക്സഭാ മണ്ഡലം, പഴയ മുകുന്ദപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവിടെ പോയപ്പോൾ കരുണാകരനെ തോൽപ്പിച്ചാണെന്ന് തോന്നുന്നു പോയത്. അതോ പത്മജയാണോ തോൽപ്പിച്ച് പോയപ്പം അദ്ദേഹം മലയാളത്തിലാണ് പ്രസംഗിച്ചത്. മതിയെന്ന്, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ LLB കഴിഞ്ഞ ഇവന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മൈ ബ്രദർ ഈസ് മൈ ഫാദർ ഈസ് മൈ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ലുട്ടാപ്പി റഹീം എന്നൊക്കെ വിളിക്കുന്നതിനകത്ത് എനിക്കെതിരെ അഭിപ്രായമുണ്ട്. പക്ഷേ ഇവരുടെ അക്കാദമിക് പശ്ചാത്തലവുമായി ഇവരൊക്കെ എങ്ങനെ പരീക്ഷ പാസ്സായതെന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് ഈ ഇംഗ്ലീഷും വെച്ചിട്ട്. കാരണം ഇംഗ്ലീഷിൽ എഴുതേണ്ടുന്ന, ആൻസർ ചെയ്യേണ്ടുന്ന അതിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. എന്നിട്ട് ഇവരെങ്ങനെ LLB എഴുതിയത് എന്നുള്ളതൊക്കെ. ഇപ്പം തന്നെ ഈ ദേശാഭിമാനി പത്രത്തിൻ്റെ കഥ പറയുകയേ വേണ്ട. ദേശാഭിമാനി പത്രം പണ്ട് പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന അമരീന്ദർ സിംഗിൻ്റെ സമയത്ത് പഞ്ചാബ് സർക്കാർ തന്നെയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് സോ, എനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഏത് ഗവൺമെൻറ്റാണെന്ന്. ഇവിടുത്തെ മദ്യനയത്തെക്കുറിച്ച് വിമർശനം ഉയർന്ന സമയത്ത്, കേരളത്തിലെ നിയമത്തെക്കുറിച്ച് വിമർശനം ഉയർന്ന സമയത്ത് CPM-ൻ്റെ ആരോ നിയമസഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പഞ്ചാബിൽ അവിടെ ഔദ്യോഗികമായി ആളുകൾ വരുന്നവർക്ക് മദ്യം കൊടുത്തതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചതിൻ്റെ കണക്കുകൾ ബജറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഏതോ മുഖ്യമന്ത്രിയുടെ ആണോ ഏതോ മന്ത്രിയുടെ ആണോ അവരുടെ വരവ് ചെലവ് കണക്കുകൾ വെച്ച കൂട്ടത്തിൽ ബിവറേജ് എന്ന് പറഞ്ഞിട്ടൊരു വകുപ്പുണ്ട്. ബിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കരുതിയെന്ന് അറിയാം, കേരളത്തിലെ പോലെ ബിവറേജ് കോർപ്പറേഷനിൽ പോയിട്ട് കുപ്പി വാങ്ങിയിട്ട് സൽക്കരിച്ചതാണെന്നാണ്.
അത് ചായ കൊടുത്താലും ജ്യൂസ് കൊടുത്താലും ഒക്കെ പാനീയങ്ങൾ നൽകുക എന്നുള്ളതാണ് ബിവറേജ് എന്ന് പറയുമ്പോൾ. ഇവിടെ പാനീയം എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥം, ഇവർക്ക് ബിവറേജിൻ്റെ അർത്ഥം അറിയില്ല. ഹോട്ട് ഡോഗ് എന്ന് സാധനം ദേശാഭിമാനിക്കകത്ത് കൊടുത്തത് എന്താ, ചൂടുള്ള നായയെ തിന്നു എന്ന് പറഞ്ഞിട്ട്. ഹോട്ട് ഡോഗ് ഒരു ഭക്ഷണ വിഭവമാണ്. അതിനെ പിന്നെ അതെന്താണെന്ന് പോലും ഗൂഗിളിലെങ്കിലും സെർച്ച് ചെയ്യാനുള്ള സാമാന്യബോധമില്ലാതെ അടിച്ചുവിട്ടാൻ ദേശാഭിമാനി നടത്തുന്ന ആൾക്കാരാണ് ഇവർക്കൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ PM മനോജാണ് ഇയാളുടെ പ്രസ് സെക്രട്ടറി CMൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് പറ്റുന്ന കുഴപ്പങ്ങൾ. എന്തായിരുന്നാലും എനിക്ക് പറയാനുള്ളത് ഇപ്പം പിന്നെ ഈ ഇതിനകത്ത് വന്നിട്ടുള്ള പിഴവുകൾ നിങ്ങൾ ആലോചിക്കണം. താമസം എന്നുള്ളതിനെ പിന്നെ താസണം ചോദ്യപേപ്പറിൽ നീലകണ്ഠ ശൈലം എന്നുള്ളത് നീലകണു ശൈലം. കുട്ടികളെ തമ്മിട്ട് പോകും, കിളി മാറിപ്പോയില്ലേ പരീക്ഷയ്ക്ക് എഴുതാകുമ്പോൾ. കാതോർക്കും എന്നുള്ളത് കാരോർക്കും. എന്താ കാരോർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിതൊന്ന് രണ്ടാമത് ഇത് ഒരു സ്ക്രീനിങ് നടത്തില്ലേ ഫൈനലായിട്ട് പ്രിൻ്റ് എടുക്കുന്നതിന് മുമ്പ്. അതേപോലെ വലിപ്പം എന്നുള്ളതിന് വലിപ്പി, ഉത്കണ്ഠകൾ എന്നുള്ളതിന് ഉൽക്കണങ്ങൾ, ആദി എന്നുള്ളതിന് ആദിയ. ഇമാതിരി സാധനങ്ങൾ ഇവരൊക്കെ എവിടെ നിന്നാണ് ഇവർ സഖാക്കളെ വെച്ചിട്ടാണ് തോന്നുന്നത്. ലോക്കൽ സെക്രട്ടറിമാരെ ഏരിയ സെക്രട്ടറിമാരെയൊക്കെ വെച്ചിട്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങളെയൊക്കെ വെച്ചിട്ടാണ് തോന്നുന്നു ചോദ്യപേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റിപ്പെട്ടവരാകും. സ്റ്റേറ്റ് കമ്മിറ്റിപ്പെട്ടവരാണെങ്കിൽ കൂടുതൽ പിഴവ് വരുത്താൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, AR റഹീം സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, ശിവൻകുട്ടി മാമൻ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, R ബിന്ദു ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാണ്. എന്തായിരുന്നാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുടെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ട് ഈ 3 പേരെ നിയമിക്കണം എന്നുള്ള അഭ്യർത്ഥന വെക്കുകയാണ്. കാരണം അതോടുകൂടി കേരളത്തിലുള്ള കുട്ടികളും കൂടി ഇവിടുന്ന് വിട്ടുപോകും. എന്നിട്ട് ഇവർ പറയണമെന്ന് പറയാം, വിദേശത്തു നിന്നുള്ള കുട്ടികൾ ഇങ്ങോട്ട് പഠിക്കാൻ വരുന്ന ഇമാതിരി നിലവാരമില്ലാത്ത ചോദ്യ പേപ്പർ തയ്യാറാക്കിയവരെ അത് ഏൽപ്പിച്ചത് ഇവരുടെ താല്പര്യം. KSTക്കാണ് ഒരു പരിധിവരെ ഇവർ ചുമതല കൊടുക്കാറുള്ളത് അവരുടെ അധ്യാപക സംഘടനയ്ക്ക്. അവർക്കിട്ട് കൊട്ടേഷൻ കൊടുക്കുക ഇത്. എന്തായിരുന്നാലും വളരെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇനി അന്വേഷണം നടത്തുമ്പോൾ അവസാനം ശിവൻകുട്ടിയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതിയിരുന്നു. രസകരമായിട്ടുള്ള രീതിയിൽ ഇന്ന് വരെ കേരളത്തിൽ കാണാത്ത രീതിയിലുള്ള ചോദ്യപേപ്പർ അവതരിപ്പിച്ച് തന്നതിന് ശിവൻകുട്ടി മാമൻ പണ്ട് കണക്ക് പറഞ്ഞത് രസമാണ്. ശിവൻകുട്ടി മാമൻ പിന്നെ SLC പരീക്ഷയുടെ റിസൾട്ട് എന്തോ മറ്റോ പിന്നെ അവതരിപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് 8928 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത്. അപ്പം മൂപ്പര് ഈ 1900 അല്ല 9828 കുട്ടികളോ അങ്ങനെ എന്ത് വേണം 9,800. അപ്പോൾ പുള്ളി എഴുതി എന്തറിയോ 6000 7000 8000 900. 900 എന്നുള്ളത് പകരം 9000 ആക്കി മാറ്റി. കാരണം പറഞ്ഞു വരുമ്പോൾ പ്രാസം ഒപ്പിച്ച് അങ്ങനെയാണല്ലോ പോണേ. അപ്പോൾ എൻ്റെ അനിയത്തി പിന്നെ രാജി, ഞാൻ പിന്നെ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവളെ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. ഞങ്ങൾ തമ്മിൽ 2 വയസ്സ് വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ 2 പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളൊന്നും നഴ്സറി സ്കൂളിലും പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവളെ കണക്ക് എന്നെയാണെങ്കിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുന്നതിന് മുമ്പ് ഗുണനപ്പട്ടിക, അതുപോലെ 1 തൊട്ട് 100 വരെ എണ്ണാൻ പഠിപ്പിക്കുക. ഇതൊക്കെ വീട്ടിൽ നിന്നാണ് മമ്മിയും പപ്പയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഇംഗ്ലീഷ് ഉണ്ടാകുമ്പോൾ 3ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള വെക്കേഷൻ കാലത്ത് ഇംഗ്ലീഷിലെ പിന്നെ അക്ഷരമാല ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇവളെത്തിയപ്പോൾ ഞാൻ 2-ലാണല്ലോ, 2ലെ വെക്കേഷനിലാണല്ലോ. അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ എന്നെയാണ് ഇവളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്. എങ്ങനെ പറഞ്ഞാലും ഇവൾ 29 വരെ കൃത്യമായിട്ടാണ്. പിന്നെ 28 29 20 10 67 68 69 60 കാരണം 9 കഴിഞ്ഞാൽ 10 70 എന്നുള്ളത് കിട്ടില്ല, അല്ലെങ്കിൽ 29 കഴിഞ്ഞാൽ 30 എന്നുള്ളത് കിട്ടില്ല. ഈ രീതിയിലാണ് ഇദ്ദേഹത്തിന് ഈ 9000-വും 900-വും തമ്മിൽ കൺഫ്യൂഷനായിപ്പോയി. അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ വിവരം. ഇംഗ്ലീഷും അറിയില്ല. ആലോചിച്ച് നോക്ക്, ശിവൻകുട്ടി മാമനും LLB കഴിഞ്ഞ ആളാണ്. P. ഗോവിന്ദപിള്ളയുടെ മരുമകനാണ്. P. ഗോവിന്ദപിള്ളയുടെ മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അത്രയും കാരണം ദൈക്ഷണിക വൈഭവമുള്ള പിന്നെ ഒരു സർവ്വവിജ്ഞാന കോശമായിട്ടുള്ള EMSനോടൊപ്പം തന്നെ പിന്നെ അടയാളപ്പെടുത്താവുന്ന ആ നിലവാരത്തിൽ കാണാവുന്ന സാക്ഷാൽ P. ഗോവിന്ദപിള്ള, PG എന്നെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന സഖാവ് P. ഗോവിന്ദപിള്ളയുടെ മകളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഗോവിന്ദപിള്ള ഈ ഭാര്യയുടെ സഹോദരനാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള MG രാധാകൃഷ്ണൻ. പക്ഷേ ഇങ്ങനെ ഈ മുണ്ടും മടക്കി കുത്തി കോപ്രായം കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മൂപ്പരുടെ സ്ഥലത്ത് ഏതോ ഹോട്ടലിൽ എന്തോ പ്രോഗ്രാം നടക്കുമ്പോൾ കറണ്ട് പോയി. മലയാളത്തിൽ വന്നിട്ട് ഉത്തരേന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരാണ് സ്റ്റാഫ്, പഞ്ചനക്ഷത്ര ഹോട്ടലായതുകൊണ്ട് അവരടുത്ത് മലയാളത്തിൽ ചോദിക്കുക എന്താ കറണ്ട് പോയേ, അത് മുണ്ടും മടക്കി കുത്തിയിട്ട് അന്ന് ഞെട്ടിക്കാനായില്ലേ. അപ്പോൾ എന്നിട്ട് ഇവരെന്തോ ചോദിക്കുന്നുണ്ട് തിരിച്ച് ഇംഗ്ലീഷിൽ. അപ്പം കൂടെയുള്ള ആൾക്കാരോട് പറയാം നിങ്ങളുടെ കൂട്ടത്തിൽ ഇംഗ്ലീഷ് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ കറണ്ട് പോയത് എന്താ കറണ്ട് പോയതെന്ന് ചോദിക്കാൻ പോലും അറിയാത്ത നിയമബിരുദധാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമബിരുദം പോലും പുനഃപരിശോധിക്കപ്പെടേണ്ടതാണെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. എന്തായിരുന്നാലും പിന്നെ
കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉന്നതിയിലേക്ക് മത്സരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനും അതേപോലെ തന്നെ അത്ര ഔന്നത്യത്തിലൊന്നും അല്ലെങ്കിൽ കുറച്ച് താഴെയുള്ള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിക്കും എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.